നമസ്കാരം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പി ദിവ്യയെ ഒഴിവാക്കിയത് 2 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് നടപടി സ്വീകരിച്ചത്. പി ദിവ്യ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഒഴിവാക്കൽ നടപടി എന്നാണ് വിശദീകരണം. എന്നാൽ പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തന ശൈലി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പി ദിവ്യയെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു. മാത്രമല്ല നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും പ്രതിക്കൂട്ടിലാണ് പി ദിവ്യ. കൂടാതെ കൊല്ലത്തെ വിഭാഗീയതയുടെ പേരിൽ CPM സംസ്ഥാന സമിതിയിൽ നിന്ന് സൂസൻ കോടിയെയും ഒഴിവാക്കപ്പെട്ടിരുന്നു. അങ്ങനെ പാർട്ടി നടപടി നേരിട്ട 2 പേരെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും പി ദിവ്യയെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അങ്ങനെ പാർട്ടി എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച നിലപാടിൽ പി ദിവ്യ നിരാശയായിരുന്നുവെന്നാണ് വിവരം. ഇതിനിടയിൽ പി ദിവ്യ BJPയിലേക്ക് പോകുന്നുവെന്നും നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു. സുപ്രഭാതം പത്രത്തിലാണ് ഇത് സംബന്ധിച്ച വാർത്ത വന്നത്. ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി പി ദിവ്യ BJPയിലേക്കോ എന്ന തലക്കെട്ടോടെയായിരുന്നു വാർത്ത. സുപ്രഭാതത്തിന്റെ കണ്ണൂർ ബ്യൂറോ ചീഫായ സുരേഷ് മമ്പള്ളിയാണ് വാർത്ത തയ്യാറാക്കിയത്. പി ദിവ്യയെ CPM കൈയൊഴിഞ്ഞുവെന്നും തുടർന്ന് BJPയിലേക്ക് പോകുന്നുവെന്നുമാണ് വാർത്ത. വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന തിരിച്ചറിവിലാണ് കളം മാറാനുള്ള ദിവ്യയുടെ നീക്കമെന്ന് അറിയുന്നുവെന്നും വാർത്തയിൽ പറയുന്നു. പി ദിവ്യയുടെ പ്രതികരണവും ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. പലരും വന്ന് കാണാറുണ്ട്, തൽക്കാലം എങ്ങോട്ടുമില്ല എന്നാണ് വാർത്തയ്ക്കൊപ്പമുള്ള ദിവ്യയുടെ പ്രതികരണം. രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ വിവിധ പാർട്ടി നേതാക്കൾ തന്നെ വന്ന് കാണാറും വിളിക്കാറുമുണ്ടെന്നും പി ദിവ്യ പറയുന്നു. BJP നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കളുമായും നല്ല സൗഹൃദമുണ്ട്. കേസ് നടത്തിപ്പിനുള്ള സഹായം വരെ പല നേതാക്കളും വാഗ്ദാനം ചെയ്തു. CPM അംഗം എന്ന നിലയിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ തൽക്കാലം ആഗ്രഹമില്ല. പാർട്ടി പൂർണ്ണമായി കൈയൊഴിഞ്ഞെന്നും ബോധ്യമായാൽ മാത്രം മറ്റു വഴികൾ ആലോചിക്കും. ഇപ്പോൾ തനിക്ക് മുന്നിലുള്ളത് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളുമാണെന്നും ദിവ്യ വ്യക്തമാക്കിയെന്നുമാണ് വാർത്തയിൽ ദിവ്യ നൽകിയ പ്രതികരണമായിട്ടുള്ളത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ പി ദിവ്യ ഇക്കാര്യം നിഷേധിച്ചു. മാത്രമല്ല, വാർത്ത നൽകിയ ലേഖകന്റെ നമ്പർ ഉൾപ്പെടെ തന്റെ Facebook പേജിലിട്ട് ഇയാളെ കൈകാര്യം ചെയ്യാനും ആഹ്വാനം ചെയ്തു. ഇതോടെ പി ദിവ്യ വീണ്ടും വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. Facebook കുറിപ്പിലൂടെയാണ് പി ദിവ്യ ലേഖകനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: നാട്ടിൽ 10 പേരും പോലും വായിക്കാത്ത ഒരു പത്രത്തിന് പ്രചാരം കിട്ടാൻ ചീഫ് എഡിറ്ററുടെ കിടിലൻ ഓപ്പറേഷൻ. സുരേഷ് മാമ്പള്ളി. ഫോൺ നമ്പർ ഇതാണ്. സംശയങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുന്നത് ഉചിതമാവും. ലാൽ സലാം എന്നാണ് കുറിപ്പ്. അതേസമയം പത്രത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്തായതിന് പിന്നാലെ CPM കൈയൊഴിഞ്ഞ പി ദിവ്യ BJPയിലേക്കെന്ന സൂചന. ജില്ലയിലെ BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം ദിവ്യയുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് വിവരം. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു കൂടിക്കാഴ്ച. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രേരണാകുറ്റം ചുമത്തി അറസ്റ്റിലായതിന് പിന്നാലെ പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും നീക്കിയിരുന്നു. വൈകാതെ CPM ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കി. പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഇരണാവ് സൗത്ത് ബ്രാഞ്ചിലേക്ക് താഴ്ത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലും ദിവ്യയെ അവഗണിച്ചു. മഹിളാ അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പിലും തഴയുകയായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ദിവ്യയെ നീക്കിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കിയതെന്ന് അറിയുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയുടെ പരസ്യ അധിക്ഷേപത്തിൽ മനനൊന്ത് 2024 ഒക്ടോബർ 14 നവീൻ ബാബു ജീവനൊടുക്കിയത്. തുടക്കത്തിൽ ദിവ്യയെ സംരക്ഷിക്കാൻ CPM കണ്ണൂർ ജില്ലാ നേതൃത്വം വ്യഗ്രത കാട്ടിയെങ്കിലും നവീൻ ബാബുവിന്റെ ജന്മനാടായ പത്തനംതിട്ടയിലെ CPM നേതാക്കൾ കടുത്ത നടപടി വേണമെന്ന നിലപാടിലായിരുന്നു. ഗത്യന്തരമില്ലാതെയാണ് കണ്ണൂർ നേതൃത്വം ദിവ്യയെ കൈയൊഴിയാൻ നിർബന്ധിതമായത്. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് റിമാൻഡിലായതിന് പിന്നാലെയാണ് ദിവ്യയെ ഇനിയും സംരക്ഷിച്ചാൽ പാർട്ടിക്ക് ക്ഷീണമാകുമെന്ന് CPMന് ബോധ്യമായത്. ജയിൽ മോചിതയായ ശേഷം പാർട്ടി നേതൃത്വമായി അടുക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അന്നുവരെ നിഴലായിട്ടുണ്ടായിരുന്നവർ പോലും മുഖം കൊടുക്കാതെയായി. വൈകാതെ യാത്രകളും റിസോർട്ടുമൊക്കെയായി പിടിച്ചു നിൽക്കാനും പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചു വരാനും ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കായി ദിവ്യ നടത്തിയ അപദാനങ്ങളും പിടിവലിയായില്ല. വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന തിരിച്ചറിവിലാണ് കളം മാറാനുള്ള ദിവ്യയുടെ നീക്കമെന്നറിയുന്നു. വരും ദിവസങ്ങളിൽ BJP സംസ്ഥാന നേതൃത്വവുമായി തുടർ ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് CPMന്റെ ഉരുക്കുകോട്ടയായ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ദിവ്യയെപ്പോലുള്ള വനിതാ നേതാവ് കൂടുമാറിയാൽ അത് പാർട്ടിക്ക് കനത്ത ക്ഷീണമാകുമെന്ന് ഉറപ്പ് എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. ഇതിനെതിരെയാണ് പി ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നത്. CPMന്റെ 2ാം നിര വനിതാ നേതാക്കളിൽ പ്രമുഖയായിരുന്നു പി ദിവ്യ. എന്നാൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യയും പിന്നീട് ഉയർന്ന ആരോപണങ്ങളും ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരിച്ചടിയായി. കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ കളക്ടറേറ്റിൽ നവീൻ ബാബുവിന് നൽകിയ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നാലെ ദിവ്യക്കെതിരെ നിരവധി ബിനാമി ഇടപാട് ആരോപണങ്ങളും ഉയർന്നിരുന്നു.